ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ആരാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് സാധാരണമായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇറ്റ്സ് ലൈക്ക് എന്തെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡിവൈനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ എത്തിക്കുന്ന വീഡിയോസാണിത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി. ഇതൊരു സാധാരണ ബന്ധവുമായിട്ട് നിങ്ങൾ കാണുകയും ചെയ്യരുത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് റീസണേറ്റ് ആയിരിക്കും. പിന്നെ എല്ലാ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റീസണേറ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെങ്കിൽ എടുക്കാം. ആ ഒരു റീഡിങ്ങിലായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കുക. ഇത് ജനറൽ റീഡിംഗ് ആണ്, എന്നാലും ഏറെക്കുറെ റീസണേറ്റ് ആയിരിക്കും. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ആ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ള കാര്യം മെസ്സേജ് ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്നിൽ തന്നെ റീഡിംഗ് എടുക്കണമെന്ന് ഇല്ല. ഓക്കെ, നിങ്ങളെ മനസ്സ് ഡിവൈൻ ആരെയാണോ തോന്നിപ്പിക്കുന്നത്, ഇന്ന വ്യക്തിയിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏത് വ്യക്തിയോടാണോ ആ വ്യക്തിയിൽ നിന്നും റീഡിംഗ് എടുക്കുക. ഓക്കെ, അവരായിരിക്കും പേഴ്സണലി നിങ്ങൾക്ക് ഡിവൈനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ആൾക്കാർ. നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളെ പൂർണ്ണമായിട്ടും പറഞ്ഞറിയിക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കാനായിട്ട് ഓൾറെഡി ഡിവൈൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവരിൽ നിന്നും നിങ്ങൾ റീഡിംഗ് എടുക്കുക. എന്നിൽ നിന്നും തന്നെ റീഡിംഗ് എടുക്കണമെന്നില്ല. നിങ്ങളെ മനസ്സ് ആരെയാണോ കോൾ ചെയ്യുന്നത് അവരിലേക്ക് പോവുക. ഓക്കെ, പിന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് റീഡിങ് കടക്കാം അധികം തന്നെ വൈകാതെ. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ 3 പ്രാവശ്യമെങ്കിലും മനസ്സിൽ പറയുക. ഓക്കെ, പ്ലീസ് ക്ലെൻസ് മൈ കാർഡ്സ് ഡിവൈൻ, പ്ലീസ് ഗിവ് മി ദ ആൻസർ. ആരാണ് ഈ വ്യക്തി? അവർക്ക്, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആരാണ് അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തി? അവരുടെ ആരാണ്? പ്ലീസ് ഗിവ് മി ദ ആൻസർ. Wow, that's very nice. Stability, manifestation, shadow and intensification. ഓക്കെ, ഒരു കാർഡ് കൊടുത്തെറിച്ച് വന്നിട്ടുണ്ട്. പെൻഡക്കിൾ, റെസ്പെക്റ്റ്. ഓക്കെ, കാർഡ്സുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സുകളാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനർജിയിൽ വരുന്നുണ്ട്, ഞാൻ പറയാം. ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റാണ്. കുറച്ച് പേർക്ക് ഈ ഒരു വ്യക്തി സോൾമേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് റീബർത്ത് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. റീബർത്ത് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇവർ. ആൻഡ് കുറച്ച് പേർക്ക് കുറച്ച് സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ സോൾമേറ്റ് കണക്ഷനായിട്ട് കാണണ്ട. ഈ ഒരു സോൾമേറ്റ് എന്ന് പറയുമ്പോൾ സോൾ തലത്തിൽ നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇവിടെ ഓൾറെഡി മാരീഡ് ആയവരുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, പലർക്കും ഒരു പാർട്ട്ണർ ഓൾറെഡി ഉണ്ട്. പക്ഷേ നിങ്ങളെ കണക്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പേഴ്സൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സോൾ തലത്തിൽ മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളുടെ സോൾ പാർട്ട്ണർ. ഓക്കെ, നിങ്ങളുടെ സോൾ തലം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ജന്മം എടുക്കുമ്പോൾ നമ്മൾക്കൊരു സോൾ ഫാമിലി നമ്മൾക്കൊരു ഫാമിലി ഉണ്ടായിരിക്കും. ഈ ഒരു ജന്മം എടുക്കുമ്പോൾ
ലൈക്ക് നമ്മളുടെ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, അതെല്ലാം ഈ ഒരു ജന്മം നമ്മളുടെ സോളിന് കിട്ടുന്ന ഒരു ബന്ധങ്ങളാണ്, ഒരു ഫാമിലിയാണ്. ഓക്കെ, ഈ സോൾ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളുടെ സോളാണ്, എന്താ പറയുക, നമ്മളുടെ ഈ ഒരു ശരീരം മാത്രമാണ് ഈ ഒരു പുതിയ ജനനത്തിൽ നമ്മൾ പുതിയതായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സോൾ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ജന്മങ്ങളിലും നമുക്കൊരു സോൾ തന്നെയാണ്. ഈ സോൾ ഫാമിലി എന്ന് പറയുമ്പോൾ ജന്മജന്മാന്തരങ്ങളായിട്ട് തന്നെ നമ്മളുടെ കൂടെ ഉള്ള ഒരു ഫാമിലിയാണ് സോൾ ഫാമിലി എന്ന് പറയുന്നത്. ആ ഒരു സോൾ ഫാമിലിയിൽ വന്നിട്ടുള്ള 2 പേരാണ് നിങ്ങൾ. ഓക്കെ, അവിടെ സോൾ തലത്തിൽ തന്നെ ഓൾറെഡി മാരീഡ് ആയവർ, ഡിവൈൻ കൗണ്ടർ പാർട്ട്ണർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ട്വിൻ ഫ്ലെയിംസിനെ മാത്രമല്ല ഇത്തരത്തിലുള്ള ബന്ധങ്ങളും നമ്മളിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ സോൾ തലത്തിൽ തന്നെ മാരീഡായ വ്യക്തികളാണ്. ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് കറൻ്റ്ലി നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫിസിക്കൽ പാർട്ട്ണർ ഉണ്ടായിരിക്കും. ആ ഒരു പാർട്ട്ണറെക്കാളും കൂടുതൽ തന്നെ ഈ ഒരു വ്യക്തിയോടായിരിക്കും നിങ്ങൾക്കൊരുമാതിരി എന്താ പറയുക ഭ്രാന്തമായിട്ടുള്ളൊരു അടുപ്പവും സ്നേഹവും എല്ലാം. നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾക്കുള്ള വ്യക്തികളോട് നിങ്ങൾ തുറന്ന് പറയുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാരീഡ് ആയവർ മാത്രമല്ല കേട്ടോ, ഇതിലല്ലാത്തവരെ കൂടുതൽ എനർജി കിട്ടുന്നത് അവരുടെ ആണ് എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാത്തവരുടെയും ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നതിലും, അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളായിക്കോട്ടെ നിങ്ങളുടെ സന്തോഷങ്ങളായിക്കോട്ടെ ഈ ഒരു വ്യക്തിയോട് തുറന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കംഫർട്ടബിൾ ഫീലിങ്സ് ആയിരിക്കും ഈ ഒരു വ്യക്തിയോട്. അതുമാത്രമല്ല എല്ലാ തരത്തിലുള്ള വികാരങ്ങളും ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയോട് കൂടെ നിൽക്കുന്നതായിരിക്കും. എന്താ പറയുക, ഈ ഒരു വ്യക്തിക്ക് മാത്രം, ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ സന്തോഷം എന്നത് ഈ ഒരു വ്യക്തിയായിരിക്കും. ഈ ഒരു വ്യക്തിക്ക് മാത്രമേ പിന്നീട് നിങ്ങളെ അങ്ങോട്ടേക്ക് സന്തോഷിപ്പിക്കാനും വേദനിപ്പിക്കാനും കഴിയുന്നുണ്ടായിരിക്കുള്ളൂ ലൈഫിൽ. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാനും ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കാനും ദുഃഖം തരുന്ന വ്യക്തിയും ഈ ഒരു പേഴ്സൺ തന്നെയായിരിക്കും. ഓക്കെ, ഓൾറെഡി നിങ്ങൾ സോൾ ഇതിൽ മാരീഡ് ആയവരാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഏറെക്കുറെ പേർക്കും, ഞാൻ പറയുന്നത് എല്ലാവർക്കുമല്ല, ഏറെക്കുറെ പേർക്കും നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ്, എന്താ പറയുക, നിങ്ങളെ കറണ്ട് ലൈഫ് പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ അത്രയ്ക്കും ഹാപ്പിനെസ് ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഒരു അൺഹാപ്പിനെസ്, എന്തെങ്കിലുമൊക്കെ അവിടെ ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ മാരീഡ് ലൈഫിൽ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതിൽ നിങ്ങൾക്ക് ഒരുപാടൊരു എന്താ പറയുക ഒരു സപ്പോർട്ടറായിരിക്കും ഈ ഒരു വ്യക്തി. ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങളുടെ ലൈഫിലെ, നിങ്ങളുടെ കറണ്ട് ലൈഫിലുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം ഹീലാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഹീലിംഗ് ആകുന്നുണ്ടായിരിക്കും ഈ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങളുടെ എനർജി കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ. അത്രമാത്രം ഒരു ഗാർഡിയൻ, ഒരു വലിയൊരു സപ്പോർട്ടർ എന്നുള്ള രീതിയിലേക്കായിരിക്കും ഈ ഒരു വ്യക്തി. നിങ്ങൾക്ക് വലിയൊരു ഗാർഡിയൻ സപ്പോർട്ടർ ആണെങ്കിലും ആ വ്യക്തിയെയും നിങ്ങൾ ഒരുപാട്, ഈ വ്യക്തി എന്താ പറയുക ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് കെയർ ചെയ്തതായിട്ടും ലവ് ചെയ്തതായിട്ടും കാണിക്കുന്നുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെയാണ്, ഒരു കുട്ടിയെ പോലെ, അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചില സമയത്ത് കുട്ടികളെ പോലെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് കെയർ പെരുമാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നാൽ ചില സമയത്ത് ഭയങ്കരമായിട്ടൊരു, അത് മാത്രമല്ല ആ ഒരു വേർഡ് ഞാൻ മുഴിപ്പിച്ചില്ല, ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക അത്രയും അടുപ്പമായിരിക്കുമെന്നാണ് എനിക്കിവിടെ കിട്ടുന്ന ഒരു എനർജി. കാരണം കിട്ടിയിട്ടുള്ള കാർഡ് കണ്ടില്ലേ, ഫുൾഫിൽമെൻറ്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ. ഫുൾഫിൽമെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാ തരത്തിലുള്ളൊരു ഫുൾഫിൽമെൻറ്റും ഈ ഒരു വ്യക്തിയിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് ഭയങ്കരമായിട്ടുള്ളൊരു പൊസസീവ്നെസ് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഈ ഒരു വ്യക്തിയും വേറൊരു മാരീഡ് പേഴ്സൺ ആയിരിക്കണം. നിങ്ങളുടെ ഒരു മനസ്സിലെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെയും ഓൾറെഡി മാരീഡ് പേഴ്സൺ ആയ അവരെയും വിട്ടിട്ട് വേറൊരു സ്ത്രീയോടോ അല്ലെങ്കിൽ പുരുഷന്മാരോടോ അടുത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് എന്താ പറയുക അത്രമാത്രം വിഷമമായിരിക്കും. ഭയങ്കര പൊസസീവായിട്ടുള്ളൊരു എനർജി കുറേ പേർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കുറേ പേർക്ക് ഓഫീസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട്. കാരണം സ്റ്റാഫ് എന്നുള്ളൊരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് റീബർത്ത് ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു മുൻ ജന്മ കണക്ഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് അടുക്കുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ സോൾ കണക്ഷൻ ആണെങ്കിലും റീബർത്ത് കണക്ഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു
എന്തോ ഇയാൾ എൻ്റെ ആരോ ആണ് എന്നുള്ളൊരു ഇന്നർ തോട്ട്സ് നിങ്ങളുടെ ഒരു എന്താ പറയുക ഉള്ളിലിരുന്ന് ആരോ വിളിച്ചു പറയുന്നു ദിസ് ഈസ് യുവർ പേഴ്സൺ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ആരോ ആണ് എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് പല വ്യക്തികൾക്കും ഈ ഒരു വ്യക്തിയെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് പലതരത്തിലുള്ള ഇൻഡ്യൂഷൻസുകൾ വർക്കാവുന്ന കാര്യങ്ങൾ എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു ടെലിപ്പതി കണക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോൾ കണക്ഷനിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ആ വ്യക്തി ഇപ്പോൾ ഇന്നത് ചിന്തിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞത് ആ വ്യക്തി നിങ്ങളെടുത്ത് ഈ പറഞ്ഞ കാര്യം ചെറുതായിട്ടൊരു നുണയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ആ വ്യക്തി ചെറുതായിട്ട് നുണ പറയുന്നുണ്ട്, ചീറ്റ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും വഴി നിങ്ങൾക്ക് ആ ഒരു ഇൻഡ്യൂഷൻസ് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, വളരെ എന്താ പറയുക പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടും. ആ ഒരു വ്യക്തിയുടെ പല കാര്യങ്ങളും ആ വ്യക്തിയായിട്ട് തുറന്ന് പറഞ്ഞില്ലെങ്കിലും ആ വ്യക്തിയുടെ പല കാര്യങ്ങളും യൂണിവേഴ്സ് പിന്നീട് അങ്ങോട്ട് നിങ്ങളെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് അതിൻ്റെ സ്റ്റേജ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് അത് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ആയിട്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ പോകുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് എന്തായാലും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. എന്തുകൊണ്ടോ എനിക്ക് ഈ കാർഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, സ്പെൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സോൾ പർപ്പസിലൂടെ, ഇതൊരു സോൾ പർപ്പസാണ്, നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്നും, എന്താണ് സോൾ പർപ്പസ് എന്നുള്ളത് നമുക്ക് ദിസ് ഈസ് സോൾ പർപ്പസ്, അതായത് നിങ്ങളുടെ സോൾ പർപ്പസാണ് ഈ ഒരു പേഴ്സണുമായിട്ട് കൂടി മുട്ടുക അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിക്കുക എന്നുള്ളത് ഓൾറെഡി സോൾ പർപ്പസിലുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആ ഒരു സോൾ പർപ്പസ് എന്താണെന്ന് നമുക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്താൽ വ്യക്തമാകുന്നതായിരിക്കും. ഇവിടെ സോൾ പർപ്പസ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ സോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിലൂടെ ആദ്യം ഈ ഒരു പേഴ്സൺ എല്ലാ തരത്തിലുള്ള സ്നേഹം വാരിക്കോരി തരുന്നുണ്ടായിരിക്കും. പിന്നീട് അങ്ങോട്ട് ഈ ഒരു വ്യക്തിയിൽ വളരെയധികം ചേഞ്ചസ്, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചേഞ്ചസ് വന്നതെന്ന് നിങ്ങൾക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. ദിസ് ഈസ് ദ ഡിവൈൻ പ്ലാൻ എന്നാണ്. നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ടായിരിക്കും, അത് ദൈവങ്ങളെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ആദ്യം ഒരുപാട് സന്തോഷം കിട്ടിയിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് ദുഃഖങ്ങൾ മാത്രം, ഡിപ്രഷനിലായിട്ടുള്ള ഒരുപാട് പേരുടെ എനർജീസ് കാണിക്കുന്നുണ്ട് ഇവിടെ, ഡിപ്രഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിലായിരിക്കും നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. ആ വ്യക്തിയിൽ എന്താ പറയുക, ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയ്ക്ക് സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, കുറേ ഇംബാലൻസ്, അതെത്രയൊക്കെ നിങ്ങൾ ഒന്ന് കറക്റ്റായിട്ട് പോകാൻ ആഗ്രഹിച്ച് എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് മുമ്പോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവരിൽ നിന്നും എന്താ പറയുക കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെയധികം വിഷമമാകുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക കിട്ടുന്നുണ്ടായിരിക്കും. അവരുടെ പല പെരുമാറ്റങ്ങളിൽ നിന്നും മെയിനായിട്ട് അവർ നിങ്ങളുടെ കാണിച്ചിരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ കുറവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സോൾമേറ്റ് കാര്യങ്ങളാണെങ്കിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നത് ഒരു കാർമിക് സോൾമേറ്റിൻ്റെ എഫക്റ്റിലാണ് നിൽക്കുന്നത്. ഒരുപാട് കാർമിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല. ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് എന്താ പറയുക, ഇവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ വേദനിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ വന്നാലും നിങ്ങൾക്ക് അവരെ വിട്ടുപോകാനാകുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അത്രമാത്രം നിങ്ങൾ അവരിൽ അഡിക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ഒട്ടും തന്നെ വിട്ടുപോകാനായിട്ട് പറ്റില്ല. അതിന് മാത്രമുള്ള വേദനകൾ അവർ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചാലും അവരെ വിട്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ അതിനും പ്രാർത്ഥിക്കുന്നുണ്ട്, നന്നായിട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ ഒന്ന് മറക്കാനായിട്ട് അനുവദിക്കും യൂണിവേഴ്സ് എന്ന് പറയുന്നവരുടെ കുറേ എനർജീസും കാണുന്നുണ്ട്. പക്ഷെ അതും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കില്ല. ബിക്കോസ് ദിസ് ഈസ് എ സോൾ പർപ്പസ്. നിങ്ങളീ ഒരു ജന്മത്തെ സോൾ പർപ്പസാണ് ഈ ഒരു കണക്ഷൻ. അപ്പോൾ ആ ഒരു സോൾ പർപ്പസ് നിങ്ങൾ എന്താ പറയുക, അത് പൂർത്തിയാക്കാതെ അല്ലെങ്കിൽ അതിനൊരു തീരുമാനമാകാതെ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടുപിരിയാനായില്ല. അഥവാ ഏറെക്കുറെ പേർക്കും എന്താ പറയുക സോൾ പർപ്പസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ചില പേർക്ക് സോൾ പർപ്പസോടെ
ഇത് അവസാനിക്കുന്ന റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ടെന്ന ചില പേർക്ക് സോൾ പർപ്പസിലൂടെ മാത്രമാണ് അവിടെ നല്ലതായിട്ട് മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ടായിരിക്കുക. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള മാറ്റങ്ങൾ. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് പ്രണയിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നല്ല രീതിയിൽ സന്തോഷിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ല. ഇതിൽ നിങ്ങൾ സോൾ പർപ്പസിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അതിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമാണ് നിങ്ങളതിലേക്ക് കടക്കുള്ളൂ. നിങ്ങൾ ജസ്റ്റ് പ്രണയിക്കാൻ മാത്രമായിട്ട് ഇതൊരു ഡിവൈൻ കണക്ഷനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രണയിക്കാൻ മാത്രമായിട്ട് നിങ്ങളെ ഒരുമിപ്പിച്ചതല്ല യൂണിവേഴ്സ് ഇവിടെ. ഇതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ക്ലിയർ ആക്കുക, അത് നടക്കുക. എന്നാൽ മാത്രമാണ് കുറേ പേർക്ക് ഇതിൽ പർപ്പസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ശേഷമാണ് നിങ്ങൾക്ക് നല്ലൊരു പഴയ പോലെ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ തിരികെ വരുന്നുണ്ടായിരിക്കുള്ളൂ. ഓഫ്കോഴ്സ് ഞാനൊരു റീഡിങ് പ്ലാൻ ചെയ്തിരുന്നു, എന്താ പറയുക, ഈ ഒരു വ്യക്തി പഴയ പോലെ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യം നോക്കാനായിട്ട്. പക്ഷേ ഈ ഒരു റീഡിങ്ങിലൂടെ എനിക്ക് ഏറെക്കുറെ വ്യക്തമാകുന്നത് കാര്യങ്ങളും അത് തന്നെയാണ്. ഈ ഒരു വ്യക്തി ഈ ഒരു പർപ്പസിലൂടെ മാത്രമാണ് പഴയ പോലെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ കൂടി വരുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ നമ്മളുടെ റീഡിങ് ഇതായിരുന്നു. ആരാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എന്നുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ലൈക്ക് റീബർത്ത്, പുനർജന്മം, അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആൻഡ് സോൾ തലത്തിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള സോൾ കൗണ്ടർ പാർട്ട്നേഴ്സാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതിലെന്തായാലും ട്വിൻ ഫ്ലെയിം കണക്ഷൻ്റെ ഏകദേശം രൂപങ്ങളെല്ലാം ഇവിടെയും കാണുന്നുണ്ടായിരിക്കും. റണ്ണിങ് ആൻഡ് ചേസിങ് എന്നുള്ളൊരു എനർജി ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സൺ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചില പ്രേക്ഷകർ ഇപ്പോൾ ചേസിങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവിടെ ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ ആ ഒരു സോൾ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞ് നിങ്ങളതിലേക്ക് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, പിന്നെ കുറേ പേർക്ക് ഇവിടെ സെൽഫ് അവേക്കണിങ്, എന്താ പറയുക, സ്പിരിച്വൽ അവേക്കണിങ് കാണിക്കുന്നുണ്ട്. ആ ഒരു നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു പർപ്പസിലേക്ക് നിങ്ങളുടെ സോളിനെ സ്ട്രെങ്തൺ ആക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. സ്പിരിച്വൽ അവേക്കണിങ് ആണ് ഇവിടെ കുറേ പേർക്ക് കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തികളായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് വളരെ കുറച്ച് പേർക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു 10%, 5 to 10% ആണ് അതിൽ കാണിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ പാസ്റ്റ് ലൈഫ് കണക്ഷനും സോൾമേറ്റ് കണക്ഷനുമാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ റീഡിങ് ഇന്നത്തെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ നമ്പർ. അതെടുത്ത് മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യേണ്ട, മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.